നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോകളിൽ 2 കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. ഒന്ന് ഒരു സ്കോഡയുടെ കസ്റ്റമറും മറ്റൊന്ന് ഒരു ബൈക്ക്, അതായത് ഡുക്കാറ്റിയുടെ കസ്റ്റമറുമായിരുന്നു. ഈ 2 പേർക്കും പിന്നീട് എന്ത് സംഭവിച്ചു, ആ കേസുകളിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. സ്കോഡയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ മുന്നോട്ട് ചർച്ച ചെയ്യുമെങ്കിലും പിന്നെ ഒന്നും സംഭവിക്കാൻ അവിടെ നിൽക്കുകയാണ്. ഡുക്കാറ്റിയുടെ കാര്യത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടുമില്ല. പക്ഷേ പല കസ്റ്റമേഴ്സും പല വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും എന്നെ വിളിച്ച് അവരുടെ കൺസേൺസ് പറയാറുണ്ട്. അതിൻ്റെ ജെനുവിനിറ്റി ഞാൻ നോക്കാറുണ്ട്. അങ്ങനെ അടുത്ത കാലത്ത് തന്നെ ഒരു കൺസേൺ പറഞ്ഞ് വിളിച്ച ആളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അതിൻ്റെ പ്രമോദ് എന്നാണ്. പ്രമോദ്, നമസ്കാരം. പ്രമോദിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായ ഒരു കൺസേൺ ആണ്. അതെ, നമ്മളെ സംബന്ധിച്ച്, പ്രമോദിനെ സംബന്ധിച്ചത് അത് വലിയൊരു ചിലവുള്ള കൺസേൺ ആണ്. സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാറ്റ നെക്സോൺ EV, അത് 3 വർഷം പഴക്കമുള്ള വാഹനമാണ്. അത് ഒരു ദിവസം ഒരു ചെറിയ ആക്സിഡൻറ്റിൽ പെട്ടു. ആക്സിഡൻറ്റ് വെച്ചാൽ വാഹനങ്ങളായിട്ട് കൂട്ടിയിടിക്കല്ല, അതൊരു കുഴിയിലേക്കൊന്ന് വീണു. അവിടെ നിന്നും ഡീലർഷിപ്പിലേക്ക് അവർ സർവീസിനായിട്ട്, പിന്നെ വാഹനം സ്റ്റാർട്ടായില്ല, അപ്പോൾ ഡീലർഷിപ്പിലേക്ക് സർവീസ് സെൻറ്ററിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അതൊരു പ്രമുഖ ഡീലർഷിപ്പിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് രാത്രിയിൽ അവർ പ്രമോദിനെ വിളിച്ച് പറയുകയാണ്, വാഹനം കത്തിപ്പോയി. അതായത് നിന്നപ്പോൾ വാഹനം കത്തി. എന്നിട്ട് അതിൻ്റെ ഐശ്വര്യമായിട്ട് കത്തുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായും കത്തി നശിച്ചു ആ വാഹനം എന്ന് മാത്രമല്ല, അതിൻ്റെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കത്തിപ്പോയി. അതിനുശേഷം എന്താണ് സാധാരണഗതിയിൽ ലോകത്തുള്ള ഏത് വാഹന നിർമ്മാണ കമ്പനിയാണെങ്കിലും അതിനെപ്പറ്റി അന്വേഷിക്കുകയും വേണ്ട നഷ്ടപരിഹാരം ചെയ്യുകയും ചെയ്യും. കാരണം ഒന്നാമത് അദ്ദേഹം കൊണ്ട് ഇടിപ്പിച്ചൊന്നും കത്തിയതല്ല, ഒരു ഡീലർഷിപ്പിൽ കിടന്ന വഴിക്ക് കത്തിയതാണ്. തന്നെയുമല്ല, ഈ ഒരു വളരെ ലോയലായിട്ടുള്ള ഒരു ടാറ്റ കസ്റ്റമറാണ്. 70,000 കിലോമീറ്ററോളം ആ വാഹനം ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ടാറ്റയിൽ നിന്ന് വിളിക്കുന്നു, പകരം ഒരു വാഹനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ വളരെ ശക്തമായിട്ട് അവരിൽ നിന്ന് ഇൻഷുറൻസ് തുക വാങ്ങിച്ചു കൊടുക്കുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 8 മാസമായി, ഇതുവരെ ഒരു കുന്തവും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 8 മാസമായിട്ട് പ്രമോദ് ആ വാഹനത്തിൻ്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാത്ത വാഹനത്തിന്, കത്തിപ്പോയ വാഹനത്തിൻ്റെ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം കേൾക്കാൻ സാധിക്കുന്ന രസകരമായ അത്തരം ഒരു കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രത്യാശിക്കുന്നു. നടന്നാൽ കൊള്ളാം, ഇല്ലെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. കാരണം നിങ്ങളിൽ പലരും വാഹനം ഉപയോഗിക്കുന്നവരാണ്. തുടങ്ങാല്ലേ? എന്ത് ചെയ്യാൻ, ഇത്തരം കഥകൾ പറയിപ്പിക്കുന്നത് എനിക്കുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്താണ് പ്രമോദ് തുടക്കം തുടർന്ന് പറയാമോ? തുടക്കം ഇപ്പോൾ ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ വണ്ടി ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ എടുത്ത കക്ഷിയായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സമയമായിരുന്നു. അതെ, ഇലക്ട്രിക് വെഹിക്കിൾ ഇറങ്ങുന്ന സമയത്ത് 2020 ആ സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന വണ്ടി അല്ലെങ്കിൽ ഇറങ്ങുന്ന വണ്ടിയല്ല, RTOയുടെ വണ്ടി ഇറങ്ങുന്ന സമയമാണ്. എന്നുവെച്ചാൽ ഗവൺമെന്റ് മാത്രം ഉപയോഗിക്കുന്ന സമയം. ഗിനിപ്പന്നികളാണ് നമ്മളെന്ന് പറയാറുണ്ട്. ആ സമയത്ത് നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിൽ ട്രൈ ചെയ്തിട്ട് അവർ ബാക്കി അപ്ഡേഷൻസ് വരുന്ന എന്നുള്ളൊരു പ്രൊസീജിയർ നടക്കുന്നത്. ഇപ്പം 3 കൊല്ലം ചിലപ്പോൾ ഇപ്പം അപ്ഡേഷൻ ഉണ്ടാവും. അന്ന് തന്നെ ഞാൻ ഇവരുടെ വാക്കുകൾ കേട്ടു, ഇപ്പം വണ്ടി കിലോമീറ്ററിൽ 318 കിലോമീറ്റർ കിട്ടുന്ന റേഞ്ചുള്ള വണ്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വെറും 170 കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി ബാക്കിയെല്ലാം കട്ടാവുന്നു, AC എല്ലാം കട്ടാവുന്ന. പക്ഷേ എനിക്ക് ഡെയിലി പർപ്പസ് കിട്ടുവാണ്ടതെന്ന് ഓടുന്നതിന് എനിക്ക് ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിരുന്നു. നല്ല വണ്ടി തന്നെയാണ്, വേറെ വിഷയമല്ല. അങ്ങനെ 3 വർഷം കൊണ്ട് കിലോമീറ്റർ എനിക്ക് നല്ല ഓട്ടമുള്ള വിഷയമാണ്. ബിസിനസ് ഓട്ടോളത്തിലെല്ലാം ഡെയിലി കൺസ്ട്രക്ഷൻ ഇന്ത്യൻ പരിപാടിയാണ്. അപ്പം ഇത് വണ്ടി ഓടുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന് ഈ പറഞ്ഞ വണ്ടി ഹാപ്പി ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാച്ചാൽ ഇതൊരു വലിയ കുഴിയിലൊന്നും അല്ല പോയി വീണത്, ഒരു മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് റോഡ് കൺസ്ട്രക്ഷൻ ഭാഗത്തുള്ള അവരുടെ മിസ്റ്റേക്കും ഉണ്ട്. അവരവിടെ കോണോ ബാരിക്കേഡോ ഒന്നും തന്നെ വെച്ചിട്ടില്ലായിരുന്നു. അത് കൺസ്ട്രക്ഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഉണ്ട്. അവരും ഞാൻ ഇതുണ്ട്. അപ്പം ഈ NH നമ്മുടെ കൊച്ചി വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. അപ്പം അവർ ഒരു നല്ല മഴയും രാത്രിയുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്ലാബുള്ള ഓടയൊന്നുമല്ല, കാനയല്ല, ഈ പറഞ്ഞ JCB ഇട്ട് മണ്ണ് മാന്തിയ ഒരു കാനയായിരുന്നു. അതിൽ പോയി ജസ്റ്റ് ആ ഫ്രണ്ട് ഞാൻ ചേട്ടൻ്റെ പിക്ചർ കാണിച്ചില്ലല്ലോ. അപ്പം ആ പറഞ്ഞ കുഴിക്കകത്ത് വീഴുകയും ഈ പറഞ്ഞ കണക്ക് ജസ്റ്റ് ഒരു ഫ്രണ്ട് ടയറിൻ്റെ ആ പറഞ്ഞ കുഴി ഇറങ്ങിയെന്നേ ഉള്ളൂ. വെള്ളം കയറുന്നു, വണ്ടി വെള്ളം കയറുന്നു, വെള്ളം കയറി. ഈ വണ്ടി ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. അപ്പം വണ്ടിക്കകത്ത് വെള്ളം കയറുന്നു. അപ്പം നമ്മൾ പതുക്കെ എല്ലാം ഇറങ്ങുന്നു. മഴയുണ്ട്, നല്ല മഴയുണ്ടായിരുന്നു. ഇറങ്ങി നിൽക്കുന്നു, വണ്ടി തന്നെ കണ്ടിന്യൂസ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എല്ലാം നമുക്കറിയാവുന്ന ഫ്യൂസൊക്കെ ഊരുന്നുണ്ട്. നമുക്ക് ബാറ്ററി ഉള്ള സമയത്തില്ലായിരുന്നു. ഫ്യൂസ് എന്തായാലും മാറ്റമുള്ള നോക്കുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് നമ്മുടെ നോളജിലുള്ള സാധനം എല്ലാം മാറ്റിയിട്ട് നമ്മളവിടെ വണ്ടി ടോ ചെയ്തിട്ട് ക്രെയിം രാത്രി സെറ്റ് ചെയ്യുന്നു. അവർ അവിടെ മാറ്റിയിടുന്നു. നമ്മളവിടെ കൊച്ചി സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ വെളുപ്പിനെ ഞങ്ങൾ വണ്ടി ഷോറൂമിലോട്ട് മാറ്റുകയാണ്. ഷോറൂമിലോട്ട് മാറ്റുന്നു, അവിടെ കൊണ്ട് വണ്ടി ഇടുന്നു. അതായത് എവിടെയാ ശരിക്കും പ്രമോദിന്റെ വീട്? ഞാൻ ട്രിവാൻഡ്രം. എവിടുന്ന എടുത്തത് വണ്ടി എടുത്ത് ട്രിവാൻഡ്രം മോട്ടോഴ്സ്. പക്ഷേ കൊച്ചിയിലാണ് സംഭവം. വിളിച്ചത്. അപ്പോൾ അവർ വരുന്നു, ഈ പറഞ്ഞ വണ്ടി അവരെ കൊണ്ടിടുന്നു. ഈ പറഞ്ഞ വണ്ടി അവിടെ നമ്മൾ ഇതൊരു സാറ്റർഡേ ആണ് സംഭവിക്കുന്നത്. അപ്പം സാറ്റർഡേ മോർണിംഗ് നമ്മൾ വണ്ടി കൊണ്ടിടുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം ഈ പറഞ്ഞ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നു. ഈ പറഞ്ഞ സാറ്റർഡേ ആണ് വണ്ടി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം കയറി വന്നു. നെക്സ്റ്റ് ഡേ സൺഡേ ആണ്.
സൺഡേ നൈറ്റാണ് ഏറ്റവും ഒരു 12 മണിക്ക് 11 മണിക്ക് എന്താ ടൈം എനിക്ക് ഓർമ്മയില്ല, മിഡ് നൈറ്റാണ്. അപ്പം ആ ടൈമിലാകുമ്പോഴത്തേക്ക് ഇതണക്ക് വണ്ടി കത്തിയിരിക്കുന്നു. ആരാ വിളിച്ച് പറഞ്ഞത്? അത് രാത്രിയല്ല എന്നെ വിളിക്കുന്നത്. നെക്സ്റ്റ് മൺഡേ മോർണിംഗിൽ എൻ്റെ കൂടെ വണ്ടി ചെയ്യുന്ന ഫുൾ ചേട്ടാ ഒരു വീഡിയോ വെച്ചുകൊണ്ട് കണ്ടു നോക്ക്. അപ്പം വീഡിയോ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതിനകത്ത് വണ്ടിയിൽ ഒരു തുള്ളി പോലും ഇല്ലാതെ മൊത്തത്തിൽ നിന്ന് കത്തുകയാണ്. അല്ല, അപ്പൊ ഇവര് എടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് ജോബ് കാർഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്? അപ്പൊ എനിക്ക് പകരം വണ്ടി തരാമെന്ന് പറഞ്ഞു. അതാ വണ്ടി കത്തിയപ്പോഴത്തേക്ക് അത് കത്തി കഴിഞ്ഞു. ഇത് ജോബ് കാർഡൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ ഇവർ എന്താ പറഞ്ഞത്? എന്തായിരിക്കും വണ്ടിക്ക് സംഭവിച്ചത്? വണ്ടിയിലൊന്നും തന്നെ ഇല്ലായിരിക്കും. ഇപ്പൊ മറ്റേ വെള്ളം കയറിയായിരിക്കും, ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ എന്തായാലും നോക്കിയിട്ട് അറിയിക്കാം. അപ്പോഴത്തേക്ക് ഒന്നിൽ ട്രിവാൻഡ്രത്തിന്റെ വണ്ടി കയറ്റി വിടാം, വേറെ വിഷയമൊന്നും ഇല്ലെന്ന് തന്നെ പറഞ്ഞത്. അപ്പം ഇത് കത്തിയതിന് ശേഷമുള്ള അവരുടെ റെസ്പോണ്ട് വെച്ചാൽ ഭയങ്കരമായിരുന്നു. എനിക്ക് 2 ദിവസത്തിൽ തന്നെ പുതിയ വണ്ടി തരാം. കത്തിയത് എന്തുകൊണ്ടാണെന്ന് അവർ പറഞ്ഞില്ല. റിപ്പോർട്ട് അവർ പറഞ്ഞത് ബാറ്ററി റിപ്പോർട്ടാണ് എടുത്തേക്കുന്നത്. ആ ബാറ്ററിയിൽ ചെളിയും കൂടെ മിക്സ് ആയതുകൊണ്ടാണ് വണ്ടി കത്തിയത്. അതെ ബാറ്ററിയും ഉണ്ട്. ഈ ഒരു ചെറിയ കുഴി പോയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പിന്നെ എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്? അതും ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വണ്ടി കത്തുന്നത്. ഇതേ കണ്ടീഷൻ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ വണ്ടി ഞാൻ എടുത്തു ഷോറൂമിൽ എടുത്തിട്ട് 2 ദിവസം ഇത് എന്റെ ഫാമിലിയായിട്ട് ഞാൻ പോകുമ്പോൾ വണ്ടി കത്തിയാൽ ആരും ഉത്തരവാദിത്തം പറയും. എനിക്ക് 3 പിള്ളേരുള്ളതാണ്. അപ്പൊ ഈ ഫാമിലി ആയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്ക് ഈ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തി അറിയിച്ചാൽ അറിയാമല്ലോ. ഇപ്പൊ വണ്ടിയിൽ ഫുൾ ലോക്ക്ഡ് ആവും, നമുക്ക് ഡോർ തുറക്കാൻ പറ്റത്തില്ല. സീറ്റ് ബെൽറ്റ് പോലും നമുക്ക് വണ്ടിക്ക് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള കുറച്ച് ടൈം എടുക്കും. നമ്മൾ പാനിക്കും കൂടെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൈൻഡ് കിട്ടത്തില്ല പറയാനായിട്ട്. അപ്പൊ ഇത് ത്രട്ടൺ അല്ലേ എന്നാണ് എന്റെ ഒരു ഇങ്ങനത്തെ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ കേരളം പോലെ നാട്ടിൽ ഈ ചെളി വെള്ളത്തിൽ കൂടെ ഒരു ടൈം ഉണ്ടല്ലോ. എല്ലാ റോഡിന്റെ സൈഡിലും മറ്റൊരു കുഴിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരാ ഇത് സംബന്ധിച്ചൊക്കെ പ്രമോദിനെ വിളിച്ചതൊക്കെ? പേര് പറയണമെങ്കിൽ പറയാം. പേരല്ല ഞാൻ ചോദിക്കുന്നത്, എക്സിക്യൂട്ടീവ് ആണ്. തലപ്പത്തുള്ളവർ വിളിച്ചു, അതിനുശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കാണണമെന്ന് പറഞ്ഞു, നേരിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം കേരള ഹെഡ് എന്ന് പറഞ്ഞാൽ എന്നെ പരിചയപ്പെട്ടത് അത് ടാറ്റയുടെ ആണല്ലോ. ഇപ്പൊ ഷോറൂംകാർക്ക് ഒരു പരിധിയുണ്ട്, ഇതിന് ഉത്തരം പറയാൻ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഷോറൂംകാർ നമുക്ക് അവർക്ക് അവരുടെ ഭാഗത്ത് നമുക്ക് തരേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ പകരം ഒരു വണ്ടി തരാമായിരുന്നു എനിക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ. ഈ പുതിയ വണ്ടി കിട്ടുന്നതിന് വരാമെങ്കിലും അല്ലെങ്കിൽ എന്തായാലും ആ സമയം ഒരു പാരലൽ വണ്ടി എനിക്ക് തരാമായിരുന്നു. അത് തന്നിട്ടില്ല. പിന്നെ അന്ന് സ്റ്റാർട്ടിങ് 2 മാസം വരെ എനിക്ക് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഹരിയറോ ഈ പറഞ്ഞ എന്ത് ടാറ്റയുടെ ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ എങ്കിലും നമുക്ക് ആ 2 മാസത്തെ കഥകൾ ഒന്നുകൂടെ പറയാം. എന്താണ് ഇപ്പം ഡീലർഷിപ്പിൽ നിന്ന് ആദ്യം വിളിക്കുന്നു, എന്നിട്ട് അവർ പറയുന്നു അത് ടാറ്റയുടെ റീജിയണൽ ഓഫീസിലേക്ക് സംസാരിച്ചെന്ന് പറയുന്നു. അവിടെ നിന്ന് വിളിക്കുന്നു, അവർ നമ്മളെ എന്നെ വന്നിട്ട് കണ്ടു. എന്താ അവർ പറയുന്നത്? അപ്പൊ അവർ പറഞ്ഞാൽ ഇത് നമ്മളുടെ ടെക്നിക്കൽ ഫോൾട്ട് തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൽ ആദ്യത്തെ സംഭവം എന്നാണ് പറയുന്നത് കത്തിയത്. വേറെ ഇന്ത്യയിൽ 2-3 വണ്ടി കത്തിയിട്ടുണ്ട്. പക്ഷെ അത് കത്തിയത് ഇൻസ്റ്റന്റ് ആണ്. ഇപ്പൊ മരത്തെ ഇടിച്ചൊരു വണ്ടി കത്തിയിട്ടുണ്ട്. പിന്നെ വേറെ ആൾ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞാൽ അപ്പൊ കത്തിയിട്ടുണ്ട്. ഇത് 2 ദിവസം കഴിഞ്ഞ് കത്തുക വെച്ചാൽ അതൊരു നമുക്ക് വണ്ടി അവർ തൊട്ടിട്ടില്ല. അവര് ഓൾറെഡി ഷോറൂംകാർ തന്നെ അവരെ ബാക്കിയെല്ലാം അവിടെ ഡിസ്മാൻഡിൽ ചെയ്തായിരുന്നു. കൊണ്ടുവന്നതിന്റെ ബാറ്ററി എല്ലാം മാറ്റിയും അവരെല്ലാം ഇപ്പൊ എല്ലാം ഡിഫ്യൂസ് എല്ലാം ഇളക്കിയിട്ടാണ് ചെയ്തത്. എന്നിട്ടാണ് കത്തിയത്. അപ്പം അത്രയും ഇപ്പം നമുക്ക് അതിനെക്കാട്ടിയും കൂടുതലായിട്ട് അവർ ചെയ്തിട്ടുണ്ടല്ലോ, അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കത്തിയെന്ന് വെച്ചാൽ ഇതൊരു ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് ക്രാഷിംഗ് മെറ്റീരിയൽ കണ്ടിട്ടെടുത്ത വണ്ടിയാണ്. നെക്സോൺ നല്ല വണ്ടി തന്നെയാണ്, ഇന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ കുഴപ്പം വരുമ്പോഴത്തേക്ക് ഇനി വിശ്വസിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും EV ഇഷ്ടമാണ്. പക്ഷേ ഇനി ഞാൻ ഇപ്പൊ ടാറ്റ ബ്രാൻഡോ അല്ലെങ്കിൽ മഹീന്ദ്ര ബ്രാൻഡോ എന്നുള്ള ബ്രാൻഡിലോട്ട് ഞാൻ ഇന്ത്യൻ ബ്രാൻഡിലോട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തുടക്കത്തിലുള്ള വണ്ടികളുടെ പ്രശ്നങ്ങളായിരുന്നു. അത് നന്നാക്കി കാണാം. നമുക്കിപ്പോൾ ഈ വാഹനം എന്തുകൊണ്ട് കത്തി എന്നുള്ളത് നമ്മളിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഇപ്പം ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇരിക്കുക. പക്ഷേ അതിനുശേഷമുള്ള കമ്പനികളുടെ നമ്മൾ അതിനെ പരിഗണിക്കുന്ന രീതിയാണ് നമുക്ക് ശരിക്കും പറയാൻ നമ്മളെ ആശങ്കപ്പെടുന്ന കാര്യം. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് ഒന്ന് ഇത്തിരി എലബറേറ്റ് പറയാം. അപ്പം ടാറ്റയുടെ റീജിയണൽ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നു, അവർ പറയുന്നത് വണ്ടി കത്തിയത് നമ്മുടെ പ്രശ്നമായിരിക്കാന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് പരിഹാരം പറയുന്നത്? പുതിയ വണ്ടി താങ്കൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ടാറ്റയുടെ അത് എന്ത് വേണമെങ്കിലും EV തന്നെ എടുക്കാം. ആദ്യം പറഞ്ഞു എനിക്കൊരു 80,000 രൂപ മാത്രം സാറിന് കെട്ടി വെച്ചാൽ മതി, പുതിയ വണ്ടി സാറിന് ഏത് വണ്ടി എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയായിരുന്നു ഈ നെക്സോൺ എടുത്തപ്പം? അന്ന് 17 ലക്ഷം 17 ലക്ഷം രൂപ. പക്ഷേ അവർ ഓഫർ ചെയ്യുന്ന 30 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഹാരിയർ വണ്ടിയിൽ തരാം. അവരുടെ മിസ്റ്റേക്കാണ്. സാർ എന്ത് വേണം തരാമെന്നുള്ള ഓപ്ഷനാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ള സമയം. അപ്പോൾ പ്രമോദ് എന്താണ് അങ്ങനെ മതിയെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും EV തന്നെയാണ് വന്ന് EV തന്നെ എടുക്കാനുള്ള പ്ലാൻ തന്നെ ഇട്ടിരുന്നത്. കെർവൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു. ആ സമയം കെർവ് ലോഞ്ചിങ് ടൈം ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പം കെർവ് ഒരു പുതിയ എന്നിട്ട് നോക്കാനുള്ള. പക്ഷേ 2 മാസം വരെ അവരെന്നെ നമുക്ക് റെഡിയാക്കാം, എല്ലാം ഓക്കെ ആക്കാം, നമുക്ക് നോക്കാറുണ്ട്. മറ്റേ ഞങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്, നമുക്ക് മെയിൽ വരാറുണ്ട്, ടാറ്റ ടീം വന്ന് നോക്കാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ വന്ന് 2 മാസം കഴിഞ്ഞു.
മൂന്നാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഇവരുടെ ടോൺ കുറച്ച് മാറ്റി തുടങ്ങി. പിന്നെ പറയുന്നത് വെച്ചാൽ ഇൻഷുറൻസിന്റെ മറ്റേ നമ്മുടെ ക്ലെയിം ഉണ്ടല്ലോ, മറ്റേ ആ എമൗണ്ട് അത് എടുത്ത് IDV വാല്യൂ ക്ലോസ് ആകുന്ന എമൗണ്ട് എടുത്ത് ഇങ്ങോട്ട് തരണം ഞങ്ങൾക്ക്, ബാക്കിയുള്ളത് ടാറ്റ സഹിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ് ഏതാ, എനിക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കേൾക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ ഓക്കെ എൻ്റെ ഫോൺ റെക്കോർഡ് വെച്ചാൽ ചൈന ഫോൺസ് എല്ലാം റെക്കോർഡ് ഫോൺസ് ആയതുകൊണ്ട് ഇതെല്ലാം കോളിൻ്റെ റെക്കോർഡ് ഉണ്ട്, ഇവർ സംസാരിച്ച എല്ലാം എൻ്റെ തന്നെ ഉണ്ട് അതല്ല. അപ്പോൾ ഈ ടോൺ മാറി തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവരുടെ കണ്ടീഷൻസ് മാറി തുടങ്ങി. അങ്ങനെ ഇതെല്ലാം ഒരു ഫ്ലോപ്പിംഗ് ലെവലിലോട്ടൊക്കെ പോയി. അപ്പോൾ ആരെങ്കിലും ഈ റീജിയണൽ ഓഫീസിൽ നിന്ന് അല്ലാതെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ആരെങ്കിലും ബോംബെ നിന്ന് മറ്റോ വന്നിരുന്നോ? അവരുടെ ഷോറൂമിൽ വന്നു എന്ന് പറഞ്ഞു. അല്ല, എന്നെ വണ്ടി കത്തിയ കാരണം കണ്ടെത്താനായിട്ട് ടാറ്റയുടെ ആൾക്കാർ വന്നിരുന്നു കണ്ടു. അപ്പോൾ കത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ച കാരണം ഞാൻ റിപ്പോർട്ട് ചോദിച്ചു, എന്താ റിപ്പോർട്ടാണ് അവർ തന്നേക്കുന്നത് ചോദിച്ചു. അപ്പോൾ അത് തരത്തില്ല. അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. അവരുടെ ടീം ഇപ്പോൾ ഹയർ അതോറിറ്റി ആൾക്കാർ ഇപ്പൊ നമ്മൾ തന്നെ പലരും ഇപ്പൊ ഫീൽഡിൽ തന്നെ പറയാറുണ്ട് നമ്മൾ ശരിയല്ല, നമ്മൾ അത് എല്ലാ ഫീൽഡിലും ഉള്ളത്. ഇത്രയും വലിയ ടീം അവർക്ക് ടീമുകൾക്ക് അവരുടെ പ്രൊസീജിയറും അവരുടെ രീതിയും ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ടാറ്റ പോലെ ഇത്ര വലിയ കമ്പനി, അപ്പം അവരെ ഹയർ അതോറിറ്റി ആൾക്കാർ ഈ പറഞ്ഞ ഷോറൂമിലേക്ക് വന്നു എന്തുവാണെന്ന് കണ്ടെത്താൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അതിന്റെ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ നമ്മളെ കാണിക്കുന്നില്ല. അങ്ങനെ റിപ്പോർട്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു മെയിലെങ്കിലും വേണമല്ലോ. ഒന്നും പറയുന്നില്ല, ഒന്നും അവർ പറയുന്നില്ല. അപ്പൊ ഈ പ്രമോദിന് ഇതുവരെ ഇപ്പൊ ഈ നിമിഷം വരെ അവരുടെ ഭാഗത്ത് നിന്ന് ടാറ്റയുടെ ഒഫീഷ്യൽ മെയിലുകൾ ഒന്നും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. പ്രമോദ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടോ മെയിൽ? ഇല്ല. എല്ലാ ഈ സംസാരം ഞാനിപ്പോ അത് ഓൾറെഡി ഇപ്പൊ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ് ഒക്കെ വക്കീലിനെ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ കൺസ്യൂമർ കോർട്ടിലോട്ട് പോകണം, എന്താ ഞാൻ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ വക്കീൽ അഡ്വക്കേറ്റിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 മാസം കഴിഞ്ഞ് 4 മാസത്തേക്ക് ടോൺ മാറിയപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസിന് പൊക്കോ, ഇൻഷുറൻസിന്റെ IDV വാല്യൂ ഞങ്ങൾക്ക് ഇതാ, എന്നിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടി തരാന്നാ ഈ പറഞ്ഞ ഇത് തന്നെ മറ്റെല്ലാം മാറി. അതിന് പിന്നെ വീണ്ടും ഞാൻ എക്സ്ട്രാ പൈസയായി, എക്സ്ട്രാ പൈസ കൊടുക്കുന്ന രീതിയൊക്കെ. അത് എനിക്ക് തോന്നുന്നത് അന്ന് ഈ പറഞ്ഞ ഈ ട്രിവാൻഡ്രം ലെക്സോൺ ഷോറൂംകാർ അന്ന് ഇലക്ട്രിക്കലിന്റെ ഒരു ഷോറൂം ഇവിടെ പർട്ടിക്കുലർ ഫോർ ഇലക്ട്രിക്കൽ വണ്ടിയുടെ ഷോറൂം കൊച്ചി സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർ പാനിക്കായിട്ട് ഈ പറഞ്ഞ ഇലക്ട്രിക് ഇങ്ങനെ കത്തിയത്. നാട്ടുകാരും അറിയാൻ പാടില്ല, അതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആരും അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഇത് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. അപ്പൊ അതിനുള്ള പരിപാടിയായിരുന്നു ചെയ്തെന്ന് എന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. അവരുടെ ഷോറൂം ചാലുവായി, അവർ അത് ഓപ്പൺ ആക്കി എല്ലാം സ്മൂത്തായിട്ട് പോയപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ കസ്റ്റമേഴ്സ് വേണ്ടല്ലോ, അത് വിട്ടായിരിക്കും സ്വാഭാവികമല്ലേ. പക്ഷെ എങ്കിലും അത് പ്രമോദ് കാണിച്ച ഒരു മണ്ടത്തരം എനിക്ക് ഇതിനകത്ത് തോന്നിയത്, രേഖാമൂലമുള്ള ഒരു മെയിൽ അയച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കലോ ഒന്നും ചെയ്തില്ല. അത് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇത്തരം കോർപ്പറേറ്റുകളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഏറ്റുമുട്ടുന്നല്ല കേട്ടോ, ഇതിനകത്ത് മറ്റേ ഇതെല്ലാം നമ്മൾ ഒരു വിശ്വസിച്ചു പോയി. അല്ല, അതിനകത്ത് പ്രശ്നം സംഭവിക്കാൻ എന്താ പറയുക, ഇപ്പൊ ഇരിക്കുന്ന റീജിയണൽ മാനേജർ ആയിരിക്കില്ല അടുത്ത ആഴ്ച. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിതൊന്നും ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ്സിനോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും മെയിലിലൊക്കെയാണ് ഇടപാട് നടത്തുന്നത്. അപ്പൊ ഇതിപ്പോ ഇവർ പൂർണ്ണമായിട്ടും കൈ ഒഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വണ്ടി കത്തിയത് ഇപ്പം കൂട്ടുവാണെങ്കിൽ ഇപ്പൊ 8 മാസമായി. അപ്പം 8 മാസം തന്നെ പറയാം, അന്നോട്ടെ കൈ ഒഴിഞ്ഞിട്ടാണ്. ഓഫറുകൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും പ്രാബല്യം വന്നിട്ടുമില്ല. ഇപ്പൊ പൂർണ്ണമായിട്ടും കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പാടാ എന്നുള്ള ഫീൽഡിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കുക. 17 ലക്ഷം രൂപ ഒരു വണ്ടി വാങ്ങിച്ച് അത് ഈ പ്രമോദിന്റെ കുറ്റം കൊണ്ടല്ലാതെ ഒരു സർവീസ് സെന്റർ കിടന്ന് കത്തി കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല. കമ്പനി ആയാലും ഡീലർഷിപ്പ് ആയാലും എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഈ പറഞ്ഞ 2 സ്ഥലത്തും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, ലെക്സോണിലാണെങ്കിലും ടാറ്റയിലാണെങ്കിലും. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺസേൺ അല്ലാതിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ അവരൊക്കെ പറയുമോ നമ്മളെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു. പക്ഷേ അതല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പരിചയക്കാർ വിളിച്ചല്ല അത് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും വലിയ കമ്പനികൾ ഇത്തരം കൺസേൺ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിനകത്ത് വേറൊരു കക്ഷി കൂടെ ഉണ്ടല്ലോ, ഇൻഷുറൻസ് കമ്പനി. ഏത് കമ്പനിയാണ് അത്? യുണൈറ്റഡ് ആണ്. സർക്കാരിൻ്റെ എന്താണ് 8 മാസം ഒരിക്കലും ഒരു ടോട്ടൽ ലോസിന്റെ ഇതിൽ വരുന്നു. അപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ബാറ്ററിക്ക് മാത്രം ഒരു എമൗണ്ടും പിന്നെ എന്തോ ഒരു എമൗണ്ട് ഇട്ട് നമുക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ, അത് IDV കവർ ചെയ്യുന്ന വാല്യൂ തന്നെയാണ്, കുഴപ്പമില്ല. ഈ പറഞ്ഞ അവരും ഇപ്പൊ 8 മാസമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ ലോസ് ഇത് ക്ലിയർ ചെയ്യുന്നില്ല, അതിന്റെ തരുന്നില്ല. അതായത് ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കുന്നില്ല. ഞാൻ ഇപ്പോഴും EMI അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിനാൻസ് എടുത്തിട്ടുണ്ട്. അതെ, എടുത്തിട്ടുണ്ട്. 28,000 സംതിങ് ആണ് എന്റെ വരുന്നത്. 2 ലക്ഷത്തി 30 സംതിങ് അടച്ചിട്ടുണ്ട്. അതെ. ഇനിയിപ്പോ ഇതെങ്ങാനും ഇൻഷുറൻസ് കിട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് പ്രമോദ് വിശ്വസിക്കുന്നത്? എനിക്കറിയത്തില്ല, അവരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഇൻഷുറൻസിന്റെ അവിടെ പോയിട്ട് ഇതിന്റെ ക്ലോസ് ഫോം ലെറ്ററിൽ മേടിച്ച് കൊടുത്തായിരുന്നു. കഴിഞ്ഞ മാസം കൊടുത്തതാണ്, കൊടുത്തതാണ്. ഈ മാസമായിട്ട് അവരും അനങ്ങുന്നില്ല, അവരും ഒന്നും തന്നെ ചെയ്യുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഡിപ്രീസിയേഷനും ഇത് 70,000 കിലോമീറ്റർ ഓടിയത് മറ്റേ ഇലക്ട്രിക് വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാര്യമായ രീതിയിൽ ഒരു പൈസ കുറച്ച് തരാനുള്ള ഒരു പരിപാടി ആയിരിക്കും അവർ നോക്കുന്നത്. ഈശ്വര വിശ്വാസിയാണോ? ആണോ? ഈശ്വര വിശ്വാസം അന്നാന്ന് പ്രാർത്ഥിച്ചോ. ഇതൊക്കെ രക്ഷയുള്ളൂ, അതൊക്കെ തന്നെ ഇവിടെ നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്താണ് അടുത്ത നടപടി? എന്താണ്
അറിയില്ല ചേട്ടാ. അതുകൊണ്ട് ഞാൻ ചേട്ടൻ നമ്പർ ഞാൻ തപ്പി കണ്ടുപിടിച്ച് വരുമായിരുന്നു. അതാ എനിക്ക് അത് ബാക്കിയുള്ളവരെ കണ്ടും ഇപ്പം അത് ഞാൻ കുറച്ച് ഓതന്റിക് ആയിട്ട് വണ്ടികളെ പറ്റി സംസാരിച്ച ചേട്ടനായതുകൊണ്ട് ഞാൻ ചേട്ടനെ തപ്പി കണ്ടുപിടിച്ച് തന്നെ വരികയായിരുന്നു. അപ്പോൾ ഈ വക്കീലിനെ തന്നെ ഏൽപ്പിച്ച വക്കീൽ എന്താ പറയുന്നത്, ഇതിനൊരു സാധ്യത എത്രത്തോളം ഉണ്ട്, അനുകൂലമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പം അഡ്വക്കേറ്റ്സ് നമ്മുടെ ഇപ്പം വണ്ടി കത്തുന്ന കേസ് കൂടാണ്ട് ഞാൻ ഈ കേസാണ് പുള്ളി പറയുന്നത്. ഇപ്പം ഭാര്യയും മക്കളുമായിട്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജീവനൊരു വാല്യൂ ഉണ്ട്, വൈഫിൻ്റെ ഉണ്ട്, 3 മക്കൾക്കുണ്ട്, എല്ലാവർക്കും ഓരോരോ വാല്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പറഞ്ഞ ഈ 5 പേരും കൂടി ഇരുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പം ആരും ഉത്തരം പറയും, ടാറ്റ പറയും. അപ്പം അവർ ഇതേ ആറ്റിറ്റ്യൂഡ് എടുത്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇപ്പം അതുകൊണ്ട് ഞാൻ ഇനി ആർത്ത് ഞാൻ ടാറ്റ ഈ പറഞ്ഞ ഇലക്ട്രിക് വണ്ടി ഒരു വണ്ടി എടുക്കല്ലേ എന്നുള്ള ഓപ്ഷനാണ് വെച്ചത്. ഞാൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. അല്ല, പക്ഷേ ഇതെന്താ പറയുക, ഇത് അങ്ങനെ വണ്ടികളെ മൊത്തത്തിൽ പഴിചാറുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഇതാണ്, നമുക്കൊരു കൺസേൺ ഉണ്ടാകുമ്പോൾ കമ്പനികളത് എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പം ഇപ്പം ഞാൻ എപ്പോഴും പറയും, മാരുതിയുടെ കാര്യത്തിൽ മാരുതി ഇത്രയും ലക്ഷം വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൺസേൺ അവർ വളരെ പെട്ടെന്നാണ് ടേക്കപ്പ് ചെയ്യുന്നതും. മര്യാദയ്ക്കൊന്ന് സംസാരിച്ചാൽ പോലും തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ പലതും. അതിന് പകരം തുടക്കത്തിലെ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, അതിനുശേഷം പിന്നെ പതുക്കെ കാല് മാറുന്നു എന്നൊക്കെ വരുമ്പോൾ ഏതൊരു കസ്റ്റമറും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ഇതിൻ്റെ അത് ഏറ്റവും വലിയൊരു പ്രശ്നം ടാറ്റ ചെയ്ത് എനിക്ക് തോന്നിയത്, അവനവൻ്റെ വണ്ടി എന്തുകൊണ്ട് കത്തിയെന്നറിയാനുള്ള ഒരു അവകാശം അല്ലേ കസ്റ്റമർക്കില്ലേ? അതുപോലും ചോദിച്ചാൽ പറയുന്നതിന് വെച്ചാൽ എന്താണ്, റിപ്പോർട്ട് ചോദിച്ചാൽ തരുന്നില്ല. ബാറ്ററിയുടെ ഇതുണ്ട്, ഞാൻ പറഞ്ഞ ആ പേപ്പേഴ്സ് എല്ലാം അടുക്കുന്ന ഇരിപ്പുണ്ട്, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററിക്ക് അത് ചെളി അറിയുകൊണ്ടാണ് ഈ പറഞ്ഞ ബാറ്ററി കത്തിയത്. ഇതെന്ന് വെച്ചാൽ എന്തെല്ലാം ടെസ്റ്റുകൾ കഴിഞ്ഞ് വെള്ളത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പറയില്ലേ, നിങ്ങൾ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സാധാരണ പെട്രോൾ വണ്ടിയുടെ അത്രയും തന്നെ ഉണ്ട്, അത്രയധികം അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ കേരളത്തിൽ വെള്ളം വരുന്ന ഇതല്ലേ, അറൗണ്ട് ഒരു 3-4 മാസം ഈ പറഞ്ഞ മഴയും വെള്ളപ്പൊക്കം വരുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഒരിടത്ത് തന്നെ നിൽക്കുമ്പോൾ മഴ വരുമ്പോൾ ഇറങ്ങൽ എന്നുള്ള ഒരു ഉദ്ദേശം ഇലക്ട്രിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത്. എന്തായാലും എന്താണ് ഇപ്പോൾ ഇതിനൊക്കെ എനിക്ക് പരിഹാരം എനിക്കറിഞ്ഞൂടാ. തീർച്ചയായിട്ടും നമ്മളിത് ഈ പറഞ്ഞ വീഡിയോയിലൂടെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ ടാറ്റ മാത്രമല്ല, ഞാൻ പറയുന്ന ഏതൊരു വാഹന നിർമ്മാണ കമ്പനിയാണെങ്കിലും നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്തിന് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരം പറയാൻ കമ്പനി ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് പ്രമോദിൻ്റെ കാര്യത്തിൽ പ്രമോദ് കൊണ്ടുപോയി ഇടിപ്പിച്ച് ഒന്നുമല്ല, അല്ലാതെ വെറുതെ കിടന്നൊരു വണ്ടി കത്തിപ്പോയി കഴിഞ്ഞിട്ട് അത് ഒരു തരത്തിലും കമ്പനിയോ ഡീലർഷിപ്പോ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. പ്രത്യേകിച്ച് ലെക്സോണിൻ്റെ കാര്യത്തിൽ ലെക്സോണൊക്കെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, അതായത് മികച്ച സർവീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ലെക്സോൺ. അപ്പോൾ ലെക്സോണൊക്കെ ടാറ്റയിൽ അത് കൂടുതൽ ഇടപെട്ട് ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാം പ്രമോദിൻ്റെ വിധി എന്നെല്ലാം നമുക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കർവ് പോലുള്ളതൊക്കെ ഏറ്റവും ഗംഭീരമായ വണ്ടികളൊക്കെയാണ് ഇപ്പം ഇലക്ട്രിക് ടാറ്റയുടെ വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യകാലത്തുള്ള വാഹനങ്ങൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ പോലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമറുടെ കൂടെ നിൽക്കേണ്ടതാണ് കമ്പനി എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് 2 വണ്ടി ഉണ്ടായിരുന്നു, മനസ്സാ എനിക്കുണ്ടായിരുന്നു, ടാക്സി ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്നത്തെ ടാറ്റയുടെ അവസ്ഥ ചേട്ടൻ അറിയാമല്ലോ, റീസെയിൽ വലിയ കാണത്തില്ല. നമ്മൾ 6,80,000 ഒരു വണ്ടി വെച്ച് 2 ടാക്സി ആയിട്ട് താജ് ഹോട്ടലിൽ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത് റീസെയിലിന് കൊടുത്തപ്പോൾ ലാസ്റ്റ് 70,000 രൂപ കിട്ടുന്നതായിരുന്നു. ഇപ്പം ആ സ്ഥിതിയൊക്കെ സ്റ്റാർട്ടിങ് മാറി. പക്ഷേ ഈ 70,000 കിലോമീറ്റർ ഓടിച്ചപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു വണ്ടി ഹാപ്പിയാണ് ഞാൻ. വണ്ടി ഓടിക്കാത്ത വരെ ഞാൻ വണ്ടിയെ കുറ്റം പറയും. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും ഇലക്ട്രിക് തന്നെ വേണം ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ കത്തിയതിൻ്റെ ഒരു കാരണം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കത്തിയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വേണ്ടത് എടുക്കേണ്ടത് ആലോചിക്കേണ്ടത്. കാരണം ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്ന വണ്ടി ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് ഫുൾ കത്തിപ്പോയല്ലേ? ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോ. തീർച്ചയായിട്ടും ഭയങ്കര സംഭവമായിപ്പോയി അത് ഫുൾ കത്തിപ്പോന്ന് പറയുന്നത്. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് ഡീലർഷിപ്പിന്റെ അകത്ത് കിടന്ന് കത്തിയോണ്ട് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇത് വലിയ വാർത്തയാണ് കേരളത്തിൽ. അത് സംഭവിച്ചില്ല. ഭാഗ്യം അയച്ചിട്ട് അവർ പറയുകയും ചെയ്തു, ഇപ്പം എക്സിക്യൂട്ടീവ് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, സാറേ ഇത് ആർക്കും കൊടുക്കരുത്. അത് മറ്റൊരു മണ്ടത്തരം എക്സിക്യൂട്ടീവ് ചെയ്തത്. അത്രയും ബുദ്ധി പോലെ എക്സിക്യൂട്ടീവ് കാണിച്ചു. സാറേ ആരും കാണിക്കണ്ട, അതായത് ഇത് ഇരിക്കട്ടെ, നമ്മളിതെല്ലാം പ്രശ്നം സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രശ്നമൊന്നും പറയുന്നില്ല, എന്തായാലും നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഈ 8 മാസം വരെ നമ്മൾ ഒരാൾക്ക് ക്ഷമിക്കുന്നതിന്റെ പരിധി ഉണ്ടല്ലോ. EMI അടച്ചിട്ട് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് അടുത്ത നടപടി എന്ന് പറയുന്നത്? കൺസ്യൂമർ കോർട്ടിൽ പോകുന്നു. കൺസ്യൂമർ കോർട്ടിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മൾ ടാറ്റയോട്? എനിക്ക് ഇപ്പം എനിക്ക് പുതിയ വണ്ടി തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ല പൈസ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ പൈസ തുല്യമായ വില അല്ല, ടാറ്റ തന്നെ വണ്ടിയാണ് ഇപ്പം നിർമ്മിക്കുന്നത്. പക്ഷേ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇഷ്ടം തന്നെയാണ് വണ്ടി. പക്ഷേ ഇതാണ് സംഭവം. ഇപ്പൊ അത് അഡ്വക്കേറ്റ് ഞാൻ പറഞ്ഞതാണ്, എമൗണ്ട് കോട്ട് ചെയ്യുക. നമുക്ക് നമ്മളുടെ മാനസികമായ സ്ട്രെസ് അനുഭവിച്ചതിനും എല്ലാം ചേർത്തിട്ടൊരു തുക ചോദിക്കുക ആണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നിൽക്കുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഈ പറഞ്ഞ തുടക്കത്തിലെ വലിയ വാഗ്ദാനം കൊടുത്താണ് ഇതിനകത്ത് മറ്റൊരു വലിയ സംഭവം. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് പ്രശ്നം നോക്കിയിട്ട് നമുക്കത് വേണ്ട രീതി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു നെക്സോൺ തന്നെ അല്ലേ തരേണ്ടതിന് പകരം ആദ്യമേ നമ്മൾ ഹാരിയർ തരാന്നൊക്കെ ആവേശത്തിൽ പറയുന്നു. ഇതൊന്നും പിന്നെ നടക്കുന്നില്ല. അവരെനിക്ക് തോന്നുന്നു അന്ന് ആരോട് ഡിസ്കസ് ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ
അവിടുത്തെ താഴെത്തട്ടിലുള്ള ടീമുകൾ തന്നെ തീരുമാനിച്ച് ചെയ്തതായിരിക്കും. അതിനുശേഷമായിരിക്കുമല്ലോ ഇപ്പൊ വണ്ടി കത്തിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, പെട്ടെന്ന് എന്നെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് പുതിയ വണ്ടിയാണ് ഇപ്പൊ തന്നെ 2 ദിവസത്തിനുള്ളിൽ സാറേ ഇപ്പം നിലവിലുള്ളത് ആഷ് കളറും ബ്ലാക്ക് കളറുമാണ്. ആഷ് കളറും ബ്ലാക്ക് കളറും ഉണ്ട്. ഇപ്പൊ തന്നെ സാർ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇല്ലേ അവരെന്നെ പറയുന്നുണ്ട് അതൊന്നും കിട്ടാൻ പോകുന്നില്ല. ട്രിപ്പുണ്ട് ഇപ്പൊ ചെന്ന ഓക്കെ പറയുന്നു. പിന്നെ പറയുന്നു പേയ്മെന്റ് അടയ്ക്കണം. പിന്നെ പറയുന്നു ഓണമായതുകൊണ്ട് പേയ്മെന്റ് വേണ്ട, ഇപ്പം നെക്സോൺ ടാറ്റയ്ക്കെല്ലാം വില കുറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും വലിയ ഇപ്പം പേയ്മെന്റ് അപ്പം കയ്യിൽ അടയ്ക്കേണ്ട, റേറ്റ് ഓൾറെഡി കുറഞ്ഞ് ഓണം ഓഫർ ഉണ്ട്. അപ്പൊ നമ്മൾ കയ്യിൽ 5 പൈസ തന്നെ ഇനി ഏത് വണ്ടി വേണം എടുക്കാം. അങ്ങനെ പറഞ്ഞു വേറെ ലെവലിലോട്ട് പോയിട്ട് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം സ്റ്റോണുകൾ മാറി തുടങ്ങുന്നു. ഞങ്ങൾ അങ്ങനല്ലോ, ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ പറയുന്നത് സാറേ അങ്ങനല്ല ഞങ്ങൾ സാറിന്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അങ്ങനല്ലോ, എനിക്ക് ചെവിക്ക് കൂടെ പോകുന്നില്ലാത്ത ആൾ തന്നെയാണ്. എന്റെ കൂടെ അന്ന് വേറെ ഞാൻ ഒറ്റയ്ക്കുമല്ല, എൻ്റെ കൂടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ടാവും, സാക്ഷികളായിട്ട് അവരും ഉണ്ട്. ഇത് സൗത്ത് പാർക്കിൽ ടോപ്പിക്കാണ്. അപ്പം അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം എന്നോട് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട് തന്നെ അഡ്വക്കേറ്റ് മനു എന്നൊരു പുള്ളി ഉണ്ടായിരുന്നു. അപ്പം പുള്ളി അഡ്വക്കേറ്റ് ഒക്കെ ആണ്. ഇപ്പം അശ്വിൻ എന്നൊരു പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം സാക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇത് സംസാരിച്ചതിനകത്ത്. അപ്പം ഇതാണ് സംഭവം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോൾ കേസ് തന്നെ ആയിരിക്കും അവസാനിക്കാനുള്ള സാധ്യതകളാണ്. തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല വിധികളൊക്കെ പുറപ്പെടുവിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഈ യുണൈറ്റഡ് ഇന്ത്യ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഇത്രയും കാലം 8 മാസം നമുക്ക് ഒരു ക്ലെയിം വൈകിപ്പിക്കുക എന്ന് പറയുന്നത്. എൻ്റെയൊക്കെ എല്ലാ വണ്ടികളും യുണൈറ്റഡ് ഇന്ത്യയാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്കൊക്കെ വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ പോലും ഈ നഷ്ടത്തിൻ്റെ അടുത്തൊന്നും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും വളരെ ചെറിയൊരു പൈസയൊക്കെ ആയിരിക്കാം ക്ലെയിം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ തന്നെയാണ് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. വീണ്ടും നമ്മൾ അങ്ങനെ പ്രത്യാശിക്കുന്നു, അങ്ങനെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും എന്താണ് ഉപഭോക്താവ് ഉണരൂ എന്ന് പറയുന്ന സംഭവം തന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക, അല്ലാതെ ഇന്ത്യയിലെ ഒരു കമ്പനിയും നിങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഓഡി എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയാണ്. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെ ഒരു കൺസേൺ വന്ന് നിൽക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞൊരു വണ്ടിയുടെ വയറിംഗ് എല്ലാം കത്തിപ്പോയൊരു കേസാണ്. അതിൽ ഏറ്റവും അവസാനം ഇത് കോടതിയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കമ്പനിയുടെ ഡീലർഷിപ്പിൻ്റെ ആളാണ്. അദ്ദേഹം വന്നിട്ട് കോടതി പറഞ്ഞു, കോടതിക്ക് മുമ്പിൽ വെച്ച് ഈ ഒരു കസ്റ്റമറിനോട് ഈ ഡീലർഷിപ്പിൻ്റെ ആൾ പറഞ്ഞു, ഒരു കുന്തം സംഭവിക്കാൻ പോകുന്നില്ല, ഇന്ത്യയിൽ ഇതിനൊന്നുള്ള നിയമമില്ല ചേട്ടാ, വേറെ സമയം കളയണ്ടെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ കമ്പനികളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞ് നിന്നെത്താൻ കേസ് വിടുക അല്ലേ, അതാണ് പറയുന്നത്. അതിലേക്ക് നമ്മളെ എത്തിക്കാതെ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് കൊടുക്കും എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിവരങ്ങളൊക്കെ അറിയിക്കുക. എന്നെ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്താണ് ഇതിൻ്റെ ഫോളോ അപ്പ് തീർച്ചയായിട്ടും ചോദിക്കും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ താങ്ക് യു. ബൈ.